സ്തുതി നമ്മുടെ ജീവിതത്തിലെ സ്ഥിതിയെ മാറ്റിമറിക്കും. എല്ലാറ്റിനായിട്ടും നാം എപ്പോഴും ദൈവത്തെ സ്തുതിക്കുവാനിടയാണ്. We should always praise no matter what's our situation now. നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്ന എല്ലാ സാഹചര്യങ്ങൾക്കായിട്ട് നാം ദൈവത്തെ സ്തുതിക്കണം. No matter what situation we go through and God gives us, we have to praise in midst of it. നല്ല കാലാവസ്ഥ കിട്ടിയാൽ ദൈവത്തെ സ്തുതിക്കണം. If it is a beautiful weather, you have to praise God. നമുക്ക് ലഭിക്കുന്ന ഭർത്താവിനായിട്ട് ദൈവത്തെ സ്തുതിക്കണം, ഭാര്യയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കണം. We have to praise into God for having a beautiful husband or wife. എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മെ ബലപ്പെടുത്തുന്നത്, ജീവിപ്പിക്കുന്നത് ദൈവത്തിന്റെ വചനമാണ്. Always in our life, it's been strengthening. It's always from the word of God. ഏത് പ്രശ്നം ജീവിതത്തിൽ വരുമ്പോഴും ദൈവത്തിന്റെ വചനം ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നാം നിലനിൽക്കുവാനിടയായി. No matter what situation or trouble come in our life, but when we are rooted in the word of God, we will win. പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കടന്നു വരാം. Those who pray, the prayer warriors, they will be having trouble. ആരാധിക്കുന്നവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കടന്നു വരാം. Those who worship, there will be troubles. വചനം വായിക്കുന്നവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കടന്നു വരാം. People who read Bible, they might be having trouble. പക്ഷേ ദൈവം വചനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് നമ്മെ നിലനിർത്തുവാനിടയായി. But the word of God, the Bible, if it is in our life, God will help us. ഇന്ന് ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവവചനമാണ് ഈ സങ്കീർത്തനത്തിൽ 33-ന്റെ 1-ാമത്തെ വാക്യം. Today, the word of God which I'm going to go through is Psalm 33 verses 1. അതിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോ. Rejoice in the Lord, O you righteous, for praise from the upright is beautiful. Yes. സ്തുതി നമ്മുടെ ജീവിതത്തിലെ സ്ഥിതിയെ മാറ്റിമറിക്കും. When we praise unto God, our situations will be changed. എല്ലാറ്റിനായിട്ടും നാം എപ്പോഴും ദൈവത്തെ സ്തുതിക്കുവാനിടയാണ്. We should always praise no matter what's our situation now. നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്ന എല്ലാ സാഹചര്യങ്ങൾക്കായിട്ട് നാം ദൈവത്തെ സ്തുതിക്കണം. No matter what situation we go through and God gives us, we have to praise in midst of it. നല്ല കാലാവസ്ഥ കിട്ടിയാൽ ദൈവത്തെ സ്തുതിക്കണം. If it is a beautiful weather, you have to praise God. നമുക്ക് ലഭിക്കുന്ന ഭർത്താവിനായിട്ട് ദൈവത്തെ സ്തുതിക്കണം, ഭാര്യയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കണം. We have to praise into God for having a beautiful husband or wife. നമുക്ക് ലഭിക്കുന്ന മക്കള് ഏത് തരത്തിലുള്ളതാണെങ്കിലും ദൈവത്തെ സ്തുതിക്കണം. No matter what kind of children we have, no matter who they are, we should praise unto God. നമ്മൾ എല്ലാ സാഹചര്യത്തിലും ദൈവത്തെ സ്തുതിക്കുമ്പോൾ നമുക്കെതിരെ നിൽക്കുന്ന പ്രതിയോഗിയാകുന്ന പിശാച് തോൽക്കുവാനിടയായി. No matter what the situation are, when we praise unto God, the devil will fail. ചിലപ്പോഴൊക്കെ നമ്മുടെ സാഹചര്യങ്ങൾ നിമിത്തം നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ സാധിക്കാത്ത സാഹചര്യങ്ങൾ കടന്നു വന്നേക്കാം. There might be circumstance and time that we might not be able to praise God. യേശു കർത്താവ് യഹൂദയിലെ ബെത്ലഹേമിലാണ് ആരംഭിക്കുവാനിടയായത്. Jesus Christ has started in the Bethlehem. യഹൂദ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം തന്നെ സ്തുതി എന്നാണ്. The word Judah itself means praise. ആ യഹൂദയിൽ നിന്നാണ് യേശു കർത്താവ് തന്റെ പരസ്യ ശുശ്രൂഷ അല്ലെങ്കിൽ ജീവിതം തന്നെ മനുഷ്യാവതാരത്തിൽ ആരംഭിക്കുന്നത്. When Jesus started his ministry from Judah itself, that was the point that God started his ministry as well. എവിടെ നാം സ്തുതിക്കുവാനിടയാകുമോ അവിടെയാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. Where we praise God, that's the point that God will work in our life. യോശുവയുടെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ When we come to the book of Joshua, അതിന്റെ 6-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ നാം ഇങ്ങനെ പ്രത്യേകിച്ച് എടുത്തു വായിക്കുന്നുണ്ട്. In the book of Joshua chapter 6 verses 20, it says something like this. ഒന്ന് വായിക്കാം. Can we read book of Joshua chapter 6 verses 20 please? So the people shouted when the priests blew the trumpets, and it happened when the people heard the sound of the trumpet, and the people shouted with a great shout, that the wall fell down flat. Then the people went up into the city, every man straight before him, and they took the city. ഇവിടെ വായിക്കുന്നത് ജനം ദൈവത്തെ സ്തുതിച്ചു, യെരിഹോവിന്റെ മതിൽ ഇടിഞ്ഞു വീഴുവാനിടയായി. We can see in this Bible verses, the people, the children of God, they praised God, and the Jericho wall has been disrupted and fell down. ഈ അടച്ചുറപ്പാക്കിയ ഇസ്രായേൽ ഈ യെരിഹോവിനെ നോക്കിയിട്ട് ദൈവം തമ്പുരാൻ ഒരു ദൂത് പറയുവാനിടയായി, പ്രവചനം പറയുവാനിടയായി. God said specifically something on that. 6-ാം അധ്യായത്തിൽ 2-ാം വാക്യത്തിൽ അത് എഴുതിയിട്ടുണ്ട്. The verse 6 verse 2, it says something like this. 2-3 വാക്യങ്ങളിൽ പറയുന്നത്, യെരിഹോവിനെയും അതിലെ രാജാക്കന്മാരെയും യുദ്ധവീരന്മാരെയും യോശുവയെ നിന്റെ കയ്യിൽ ഞാൻ തന്നിരിക്കുന്നു. And it says something like, the God said, and the Lord said to Joshua, see, I have given Jericho into your hand, its king and the mighty men
into your hand. ഇന്ന് പകൽ നിങ്ങളോട് ദൈവം പറയുന്നത് ഈ പ്രദേശത്തെ ഈ ദേശത്തെ ദൈവം നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുകയാണ്. Now today I want to tell you that God is telling you today that God has given this place into your hands. നിങ്ങളൊരു സാധാരണ ആളുകളല്ല. You are not an ordinary people. നിങ്ങൾ പ്രത്യേകമായി ദൈവത്തിന്റെ അനോയിന്റ്മെന്റിംഗ് ഉള്ള ദൈവിക അഭിഷേകമുള്ളവരാണ്. You are God's anointed and appointed one. നിങ്ങൾ വിശ്വാസത്താൽ കടന്നു ചെല്ലുമ്പോൾ ദൈവപ്രവൃത്തി വെളിപ്പെടും. Wherever you go with the faith, God will work among you. ഇത് നമുക്കറിയുന്നതിനേക്കാൾ കൂടുതൽ പിശാചിനറിയാം. Now this, the moreover we know, the devil knows much more than this.